السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين، والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشفي الوجوه بئس الشراب وساءت مرتفقا. إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشفي الوجوه بئس الشراب وساءت مرتفقا. എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും എല്ലാം ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുന്നു. അല്ലാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ നട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും റബ്ബ് സഹായിക്കട്ടെ. റബ്ബിൻ്റെ മാർഗത്തിൽ സേവനമനുഷ്ഠിക്കാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദ് ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ് ശേഷികെട്ടവർ എന്നതാണ്. ശേഷികെട്ടവർ എന്ന് പറയുമ്പോൾ ശേഷികെട്ടവരിലൂടെയാണ് ഈ ദീനിൻ്റെ നിലനിൽപ്പ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രസക്തിയുള്ളതായ പദമാണ്. യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലും ശേഷികെട്ടവരുണ്ടായിക്കൊണ്ടേയിരിക്കും. ശേഷികെട്ടവരെന്നതുകൊണ്ട് വിശാലമായ അർത്ഥത്തിലൂടെ ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നല്ലാതെ ശേഷികെട്ടവരെന്ന് പറയുമ്പോൾ അവശർ എന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ കങ്കേമന്മാരും തലമുതിർന്നവരും ആനത്തടിയന്മാരും കൊള്ളുന്നവരുമായ വിഭാഗമായിരുന്നു ഇസ്ലാമിന് എതിരിൽ നിന്നിരുന്നത്. ഇസ്ലാമിൻ്റെ പുരോഗതി അതിൻ്റെ ആദ്യത്തെ മെമ്പർഷിപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ മെമ്പർഷിപ്പ് നേടിയവരൊക്കെ ആപേക്ഷികമായി ശേഷികെട്ടവരായിരുന്നു. അതുകൊണ്ട് ശേഷികേട് എന്നത് യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ അത് മദ്ഹാണ്, ദമ്മല്ല. അത് യഥാർത്ഥത്തിൽ
ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പ് ശേഷികെട്ടവരിലൂടെയാണ് എന്നതും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ മുസ്തളഅഫീങ്ങൾ ഇസ്ലാമിൽ വളരെ പേരും പ്രശസ്തിയുമുള്ളവരായി മാറിയവരാണ് എന്നതും അവർ കാരണത്താൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് അതിന്റെ പ്രാരംഭം കുറിച്ചു എന്നതോടൊപ്പം തന്നെ അവർക്ക് ഭീഷണിയും അവർക്ക് പ്രയാസവും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന്റെ ശേഷം യുദ്ധം ചെയ്യാനുള്ള കാരണമായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് തന്നെ ശേഷികെട്ടവരെ പേരായിരുന്നു. അഥവാ ശേഷികെട്ടവരുടെ കാരണത്താൽ ആ ശേഷികെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പോരാടണമെന്ന് പോരാടാൻ വേണ്ടി കൽപ്പിച്ച കൽപ്പനകളിൽ ആദ്യ കാലഘട്ടത്തിൽ കാണാം. എന്ന് മാത്രമല്ല, മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് നമസ്കാരാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടമായി പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നതല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അതേ സമയത്ത് നമസ്കാരാനന്തരം 1-2 തവണ റസൂലുള്ളാഹിന്റെ 10-ൽ പരം വർഷമുള്ളതായ മദീന ജീവിതത്തിലൂടെ പ്രാർത്ഥിച്ചതായി കണ്ടത് അതിൽ ഒന്ന് ശേഷികെട്ടവർക്ക് വേണ്ടിയാണ്. അഥവാ ശേഷികെട്ടവരായ മക്കക്കാരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവിടെ സഹാബാക്കൾ സംസാരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട്, റബ്ബേ, അവരെ ദ്രോഹിക്കുന്ന, അവരെ മർദ്ദിക്കുന്ന വിഭാഗത്തെ നീ കണ്ടുകെട്ടണം, അവരെ നീ ശിക്ഷിക്കണം എന്ന ശൈലിയിൽ അവർക്കെതിരിൽ, അഥവാ ശേഷികെട്ടവരെ ദ്രോഹിക്കുന്നവർക്കെതിരിൽ മദീനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതൊക്കെ ഇവിടെ അത്തരം കാര്യം പറയുമ്പോൾ സ്മരണീയമാണ്. എന്നാൽ അപ്പോൾ ശേഷികെട്ടവരായ നമ്മുടെ നേതാക്കളായ മഹാത്മാക്കളായ മുമ്പന്മാര്, ബിലാലിനെ പോലോത്ത, അമ്മാറിനെ പോലോത്ത ആ കുടുംബമാസകലം, അപ്രകാരം തന്നെ ഖബ്ബാബിനെ പോലോത്ത ആ മഹാനേതാക്കളെ കുറിച്ച് നാം പരിശോധിച്ചു നോക്കുമ്പോൾ അവര് കൈക്കൊണ്ടെണ്ണം മാത്രമായിരുന്നു എങ്കിലും അവരിലൂടെയാണ് ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പുണ്ടായിരുന്നത്, ഇസ്ലാമിന്റെ പുരോഗതി പ്രാപിച്ചിരുന്നത്, ഇസ്ലാമിന്റെ തറ പാകപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശേഷികെട്ടവരെന്ന് പറയുമ്പോൾ അവഗണിക്കേണ്ട പദമല്ല, ആദരിക്കേണ്ട പദമാണ്, പരിഗണിക്കേണ്ട പദമാണ്, പഠിക്കേണ്ട പദമാണ്, മനസ്സിലാക്കേണ്ട പദമാണ് ശേഷികെട്ടവർ എന്ന പദം. എന്നാൽ ഈ ശേഷികെട്ടവരെന്ന് പറയുമ്പോൾ ഖുർആനിന്റെ ശൈലിയിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാം രണ്ടാമത്തെ അർത്ഥം പറഞ്ഞതായ അഥവാ അവശരായ വിഭാഗവും അതിൽ ഉൾക്കൊള്ളും. അവരെയും ഇസ്ലാം വളരെ പരിഗണന നൽകുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലും ശേഷികെട്ടവർക്ക് ഇസ്ലാം മഹാപ്രാധാന്യമാണ് നൽകുന്നത് എന്നത് നാം സാധാരണ ഇവിടെ ശേഷികെട്ടവർ എന്ന അർത്ഥം അത് അവശരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നാം ഇവിടെ ഊന്നി പറയാറുണ്ട്. എന്നതായ ആയത്തിൽ പറയുന്ന നിങ്ങളുടെ ശേഷം നിങ്ങൾ അനന്തരവാസികളെ ഒഴിവാക്കി പോകുന്നതായ വേളയിൽ അവരിൽ നിന്നിട്ട് കഴിവില്ലാത്ത ആൾക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രമല്ല, നാം വസിയത്ത് ചെയ്യുന്ന ഭാഗം പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. നാം വസിയത്ത് ചെയ്യുന്ന വേളയിൽ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് വസിയത്ത് ചെയ്യണം. നമ്മുടെ സമ്പത്തിനെ ആ സകലം ഓഹരി വെച്ച് പോകരുത്, മറിച്ച് നിന്റെ ശേഷം നീ മരിച്ചു പോകുന്ന വേളയിൽ നിന്റെ സമ്പത്തുകളെ നീ നിന്റെ കുടുംബക്കാരിൽ നിന്നിട്ട് അവശർക്ക്, കഴിവില്ലാത്തവർക്ക്, ശേഷികെട്ടവർക്ക് ഒഴിവാക്കി പോവുക എന്നത് ഉത്തമമാണ്. അവർക്ക് സമ്പത്ത് ഇവിടെ ഒഴിവാക്കാതെ പോകുന്നതിനേക്കാൾ അവരെ ഇറക്കാൻ വിടരുത്, അവരെ മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കാൻ വിടരുത്. മറിച്ച് നിന്റെ കൂടെ സമ്പത്തുണ്ടെങ്കിൽ നീ അത് വസീയത്ത്, അത് മഹാനായ ആരാണ്? സഅദാണല്ലേ, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് മക്കയിൽ വെച്ചിട്ട് രോഗം പിടിച്ച സന്ദർഭത്തിൽ, ഇവിടെ നിന്ന് പോയ സന്ദർഭത്തിലുള്ള രോഗമാണ്. ആ രോഗം പിടിപെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ മരിച്ചു പോയാലോ എന്ന് പേടിച്ചുകൊണ്ട്, രോഗം പിടിപെടുമ്പോൾ മനുഷ്യന് മരണം ഓർക്കുമല്ലോ, മനുഷ്യന് മരണത്തെ ഓർക്കും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ എൻ്റെ സമ്പത്തിനെ ഇത് വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ സഅദ് ഇബ്നു അബി വഖാസിനോട് പഠിപ്പിച്ച ശൈലിയാണ് എന്ത്? നീ മുഴുവനായി വസിയത്ത് ചെയ്യരുത്, പകുതിയോ എന്ന് ചോദിച്ചപ്പോൾ പകുതിയും വസിയത്ത് ചെയ്യരുത്, മൂന്നിൽ ഒരു ഭാഗമോ എന്ന് ചോദിച്ചപ്പോൾ മൂന്നിലൊരു ഭാഗം തന്നെ വളരെ കൂടുതലാണ്. എന്തേ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ ഹദീസ്, ആ പദം നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തത്. നീ നിന്റെ കുടുംബ മെമ്പർമാരിൽ നിന്ന്
നിന്ന് നിന്റെ അനന്തരാവകാശികൾ നിന്നിട്ട് കഴിവില്ലാത്തവരെ ഇറക്കാൻ വിടുന്നതിനേക്കാളും നല്ലത് നിന്റെ കൂടെയുള്ള സമ്പത്ത് അവർക്ക് അനന്തരാവകാശികൾക്ക് ഏൽപ്പിച്ചു പോകലാണ്. അപ്പോൾ അനന്തരാവകാശികളാവാൻ പോകുന്നവർക്ക് വസിയത്തില്ല, വസിയത്ത് ചെയ്യുന്നവർക്ക് അനന്തരാവകാശവുമില്ല. അതൊക്കെ നാം പഠിച്ച കാര്യമാണല്ലേ, നമുക്ക് അറിയുന്ന ഭാഗമാണ്. വസിയത്തുള്ളവർക്ക് എന്തില്ല? അനന്തരാവകാശമില്ല. അനന്തരാവകാശികൾക്ക് എന്തില്ല? വസിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. നാം പലപ്പോഴും നമ്മുടെ സമ്പത്തുകളെ നമ്മുടെ കേരളത്തിലുള്ള നിയമം അനുസരിച്ചിട്ട്, നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഉണ്ടാക്കിയ നിയമമാണ്, നിയമം അനുസരിച്ചിട്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടവർക്ക് വസിയത്ത് ചെയ്തു പോകലാണ്. ചിലപ്പോൾ ആ വസിയത്ത് ചെയ്യുന്നവർ അനന്തരാവകാശികളായിരിക്കും, അവർക്ക് തന്നെ സമ്പത്തിനെ ഡിവൈഡ് ചെയ്തു പോകലാണ്. അവർക്ക് ശറഅ് നൽകുന്ന അവകാശത്തെക്കാൾ കൂടുതൽ നൽകിയ കേസ് എൻ്റെ അടുക്കൽ ധാരാളം വന്നിട്ടുണ്ട്. എൻ്റെ അടുക്കൽ, ഈ സാധുവിന്റെ അടുക്കൽ ഫോണിലൂടെ കൂടുതൽ നൽകിയതായ കേസ്. അത് കാരണത്താൽ എൻ്റെ വാപ്പ ആക്രമിച്ചു, എൻ്റെ വാപ്പ വേണ്ടതുപോലെ അവകാശം നൽകിയില്ല, എൻ്റെ വാപ്പ എൻ്റെ ജ്യേഷ്ഠന് എന്നേക്കാൾ കൂടുതൽ നൽകി, അല്ലെങ്കിൽ എൻ്റെ അഞ്ചന് എന്നേക്കാൾ കൂടുതൽ നൽകി, അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ നൽകി എന്നീ ആക്ഷേപങ്ങൾ പറയുന്നതായ ധാരാളം ഫോണുകൾ കേരളത്തിൽ നിന്ന് വരാറുണ്ട്. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? വാരിസിന് വസിയത്തില്ല. ലാ വസിയത്ത ലിവാരിസ്, വാരിസിന് വസിയത്തില്ല. അപ്പോൾ നാം നമ്മുടെ സമ്പത്ത് ഓഹരി വെച്ചെടുക്കുന്ന വിഭാഗം, ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഓഹരി വെച്ചെടുക്കുന്ന വിഭാഗം, അവർക്ക് എന്തില്ല? വസിയത്തില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം ഇവിടെ സ്മരണീയമാണ്. ഇതൊക്കെ ഞാൻ എന്തിനു പറയുന്നു? ഇന്ന് മക്ക ഇമാം ചർച്ചക്കെടുത്ത വിഷയം എന്താണ്? ദുഅഫാ എന്ന പദമാണ്. ദുഅഫാ എന്ന പദത്തിൽ ആരുപെടുന്നു? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിൽ ഈ വിശുദ്ധ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയവരായ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, മുമ്പന്മാര് തന്നെയാണ്. അഥവാ ഇവിടെ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുന്നതിൽ മുമ്പന്മാരായവര് അള്ളാന്റെ അടുക്കലും മുമ്പന്മാര് തന്നെയാണ്. അവരെക്കാൾ മുന്നിൽ വിട്ടുകിടക്കാൻ ആർക്കും സാധിക്കുന്നതല്ല നബിമാർക്കല്ലാതെ. നബിമാര് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ ആദ്യത്തെ ട്രിപ്പിൽ ആരാണ് പോവുക? ഈ മതത്തിൽ ആദ്യമായി മെമ്പർഷിപ്പ് നേടിയവരായ, അള്ളാഹ് വിശേഷിപ്പിച്ച, അള്ളാഹ് ബഹുമാനിച്ച അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതായ ആ മുമ്പന്മാരാണ്. അവരെ കുറിച്ചാണ് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹ് പറഞ്ഞത്. എന്ത്? അസ്സാബിഖൂൻ, മുമ്പന്മാർ അവർ തന്നെയാണ് മുമ്പന്മാർ. ഉലൈകൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ അടുക്കൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിൽ, അഥവാ സ്വർഗത്തിൽ മുമ്പന്മാരാകുന്നതിൽ അവരാണ് മുഖറബീങ്ങൾ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞു. എന്തേ? അവര് ഈ ഇസ്ലാമിന് വേണ്ടി മറ്റുള്ളവരാരും ചെയ്യാത്തതായ ശൈലിയിലുള്ളതായ ആ പ്രത്യേകതകൾ അവർക്കുണ്ടാക്കാൻ അള്ളാഹു ചുറ്റുപാടും കളമൊരുക്കി കൊടുക്കുകയും ചെയ്തു. അതവർ നേടിയെടുക്കുകയും ചെയ്തു, സമ്പാദിക്കുകയും ചെയ്തു. വാപ്പയെ പരിഗണിക്കാതെ, ഉമ്മയെ പരിഗണിക്കാതെ, ഉമ്മയും വാപ്പയും അമുസ്ലിങ്ങളായി എന്ന് കണ്ടപ്പോൾ അവര് പലതും പറഞ്ഞു നോക്കി. മഹാനായ മുസ്അബിനെ പോലത്തതായ നേതാക്കളോട്, മഹാനായ നേരത്തെ പറഞ്ഞ സഅദ് ഇബ്നു അബി വഖാസിനെ പോലത്തെ നേതാക്കളോട് അവർ കൂട്ടാക്കിയില്ല. ഉമ്മാനോട് ആ സഅദ് ഇബ്നു അബി വഖാസ് റസൂലുള്ളാഹിയോട് മുഷാവറ നടത്തിയ ശേഷം എന്ത് വേണം, എങ്ങനെ സമീപിക്കണം ഉമ്മയോട് എന്ന് ചോദിച്ചിട്ട് കാര്യം ഗൗരവത്തോടു കൂടി റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം ഉമ്മ, ഞാൻ തലമുടി ചീരൂല, ഞാൻ, അഥവാ പണ്ട് കാലഘട്ടത്തിലും ഇപ്പോഴും ഉണ്ടാവാം, പേന് വർദ്ധിക്കും, പേനറിയില്ലേ, തലയിൽ വർദ്ധിക്കും. എപ്പോൾ? തലമുടി ചീരാതിരിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഗ്രാമീണരാണെങ്കിൽ അങ്ങനെയുള്ള ജീവിത രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹാജിമാർക്ക് സ്മരിക്കാൻ പറ്റുന്നതാണ്. ഹജ്ജ് സീസണിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ തലയിൽ നിറയെ പേനാണ്, മുടി കളയാമോ എന്ന് ചോദിച്ച സംഭവമാണ് യഥാർത്ഥത്തിൽ അത്തിമുൽ ഹജ്ജ് വൽ ഉംറത ലില്ലാഹ് എന്നതിന് ശേഷമുള്ളതായ ആയത്തുകളുടെ ഇറങ്ങാനുള്ള കാരണം തന്നെ പറയുന്നത്. ആ സഹാബി ആവശ്യപ്പെട്ടു, എൻ്റെ തലയിൽ നിറയെ പേനാണ്, തലമുടി കളയാതെ ഇത് നിർവാഹമില്ല, കളയാമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, തലമുടി കളഞ്ഞോളീൻ, പക്ഷേ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടു. ഇതൊക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞു വന്നത്? ഇത് യാത്രക്കാർക്കൊക്കെ തലമുടി ചീരാത്തത് കൊണ്ട് പേനുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഗ്രാമീണന്മാരും വൃത്തി ഉണ്ടാക്കുന്നതിൽ
പിന്നിലുള്ള വിഭാഗവും ചിലപ്പോഴൊക്കെ പേന് വർദ്ധിക്കാൻ അതിലൂടെ കാരണമായി തീരുന്നു. അങ്ങനെയുള്ളതായ പേന് വർദ്ധിച്ച് പ്രയാസപ്പെടുന്നതായ ഉമ്മ തല ചീരൂല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഉമ്മയല്ല. പിന്നെ അവർ പറഞ്ഞതിൽ പെട്ടതാണ്, ഞാൻ വെയിലത്തിരിക്കും, ഞാൻ തണലിൽ ഇരിക്കൂല, ഞാൻ പുറത്തിറങ്ങി വെയിലത്തിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഉമ്മയല്ല. 100 ഉമ്മ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ 100 ഉമ്മ ഇവിടെ വെയിലത്തിരുന്നു കൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് തല ചീരാതെ മരിക്കുന്നതായിട്ട് എന്റെ മുമ്പിൽ കണ്ടാലും ഞാൻ ഈ കലിമ മാറ്റി പറയുന്ന പ്രശ്നമേ ഇല്ല. ഇതാണ് മുമ്പന്മാരുടെ സ്ഥിതി. അങ്ങനെയായിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നത്. അതേ നമുക്കറിയാവുന്നതുപോലെ മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പ്രയാസപ്പെട്ട് അവരുടെ സയ്യിദന്മാരിലൂടെ അവർക്ക് ചാട്ടുളി കൊണ്ടുള്ളതായ ആ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പലരും ഖബ്ബാബ് അടക്കമുള്ള പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിച്ചതായ സംഭവത്തെ കുറിച്ച് നാം ഇവിടെ പറയാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹ് ഖുർആനിൽ റസൂലുള്ളാഹിനോട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാറുള്ള ശൈലി നമുക്ക് പരിചയമുണ്ട്. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് പണ്ടുള്ള നബിമാർക്ക് അനുഭവിച്ചതായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അത് പുത്തനല്ല എന്നൊക്കെ റസൂലുള്ളാഹിനെ അല്ലാഹ് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട്, മുമ്പന്മാരോട്, ദുഅഫാകളോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആ ദുഅഫാകളായ ശേഷികെട്ടവരായ ദുഅഫാ എന്ത് വിഷയത്തിലാണ്? ഈമാനിന്റെ വിഷയത്തിലല്ല, പിന്നെയോ സമ്പത്തിന്റെ വിഷയത്തിലുമല്ല. ദുഅഫാ എന്ത് വിഷയത്തിലാണ്? അവരെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല ബാക്കിൽ എന്നതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവർക്ക് നാടുവിടേണ്ടി വന്നത്. ഈ മദീനയിലേക്കല്ല അവർ നാട് വിട്ടത്. ആദ്യമായിട്ട് 100ഓളം പേരെ എവിടേക്ക് നാട് വിട്ടു? എത്യോപ്യയിലേക്ക് നാട് വിട്ടു. ഇതെല്ലാം മക്കയിൽ സംഭവിച്ച സംഭവ വികാസങ്ങളാണെന്ന് നമ്മുടെ സദസ്സിലിരിക്കുന്ന അള്ളാഹുവിന്റെ അതിഥികളായ ഹാജിമാർ ഓർക്കണം. ഈ നാട് വേദനാജനകമായ അവരുടെ ജീവിതത്തെ നമുക്ക് കാഴ്ചവെക്കുന്നു. അവരുടെ മുഴുപ്പട്ടിണിയെ, അവരുടെ അരപ്പട്ടിണിയെ, അവരുടെ ഹിജ്റയെ, അവരുടെ പോരാട്ടത്തെ, അവരുടെ മത്സരത്തെ, അവരുടെ ജീവിത രീതി നാം ഈ മക്കയിൽ വരുമ്പോൾ, ഈ മദീനയിൽ വരുമ്പോൾ ഓർക്കാൻ സാധിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ദുആഫാഉകൾ ഏതാനും മാസങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് അവര് ഉന്നതരായി മാറുന്നു, ഉന്നതരായി മാറുന്നു. എന്തേ? ദുആഫാ അള്ളാഹിന്റെ അടുക്കൽ അഖ്വിയ ആണ്. ഇവിടെ ദുആഫാ അള്ളാഹുവിന്റെ അടുക്കൽ അഖ്വിയ ആണ്. നിങ്ങൾക്കറിയില്ലേ, സഅദ് ഇബ്നു മുആദ് മദീനയിൽ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിച്ചതായ സഹാബാക്കളിൽ മക്കയിൽ നിന്നിട്ട് വന്ന മുഹാജിറുകളുടെ നേതൃത്വം വഹിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ സ്ഥാനത്തായിരുന്നു ഏകദേശം സഅദ്. എന്നാൽ സഅദ് റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെ കേൾക്കുമ്പോൾ, അവരുടെ ഹിസ്റ്ററി വിശദമായി കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകും ഒരു 60 വയസ്സുകാരനായിരിക്കും. അല്ല, അദ്ദേഹത്തിന് ഇസ്ലാമിൽ എത്ര വയസ്സാണെന്നറിയാമോ? 4 വയസ്സ്. എത്ര? 4 വയസ്സ്. ആ മനുഷ്യൻ മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അർശ് കിട്ടുന്നാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ എത്ര കൊല്ലമാണ് അദ്ദേഹം ജീവിച്ചത്? എത്ര? 4 കൊല്ലം. എന്തേ? 4ാമത്തെ വർഷമല്ലേ? മറന്നുപോയി. അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം അല്ലേ? അപ്പോൾ അയാൾ അൻസാരിയാണ്. അപ്പോൾ എത്ര കൊല്ലം മുമ്പാണ് അയാൾ മുസ്ലിമായത്? 4 കൊല്ലം മുമ്പ്. 4 കൊല്ലം മുമ്പ് മുസ്ലിമായി നമ്മുടെ നേതാവായ മുഹാജിറായ മുസ്അബ് ഇബ്നു ഉമൈർ കാരണത്താലാണ് അവർ മുസ്ലിമാകുന്നത്. ആര്? ഔസ് ഗോത്രക്കാരും ഖസ്റജ് ഗോത്രക്കാരും അവരുടെ തലവന്മാരും മുസ്ലിമാകുന്നത്. അപ്പോൾ മുസ്ലിമാ ആയിട്ട് 4 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പാണ് എന്ത് സംഭവിക്കുന്നത്? ഖന്തഖ് യുദ്ധം നടക്കുന്നത്. ഖന്തഖ് യുദ്ധത്തിലാണ് അദ്ദേഹം എന്താവുന്നത്? പരിക്കേൽക്കുന്നത്. അത് കാരണത്താലാണ് അദ്ദേഹം എന്ത് സംഭവിക്കുന്നത്? ഷഹീദാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുമ്പന്മാര് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ഇസ്ലാമിന് വേണ്ടി ചെയ്തതായ ത്യാഗത്തിലൂടെ, സേവനങ്ങളിലൂടെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റാൻഡേർഡ് ഉയർത്തി. മലക്കുകൾ, മഹാത്മാക്കളാകുന്ന മലക്കുകൾ ഞെട്ടി, അല്ലാഹുവിന്റെ അർശ് ഞെട്ടി എന്നൊക്കെ നാം കേൾക്കുന്നത് അവരെ കുറിച്ചാണ്. ഇതൊക്കെ മുമ്പന്മാരുടെ ഹിസ്റ്ററിയിൽ ചില ഭാഗമാണ്. മദീനത്ത് വന്നു പോകുമ്പോൾ എന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ അതിഥി ഹാജിമാരുള്ളത് കൊണ്ട് അവരുടെ മുമ്പിൽ ഞാൻ സാധാരണ ഹജ്ജ് സീസണിൽ പറയാറുള്ളതായ കാര്യമാണ്, മദീന പഠിപ്പിക്കുന്ന പാഠം. ഇവിടെ ഒരു വിഭാഗം പണ്ട് ജീവിച്ചു. ആരാണത്? മുമ്പന്മാരാണ്. ആരാണ് അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ
നബിമാര് കഴിഞ്ഞാൽ വേറെ ആരെയും അനുവദിക്കൂല. മഹാനായ കലീമുല്ലാഹി മൂസയുടെ ഉമ്മത്തി അനുവദിക്കൂല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ ഉമ്മത്തി അനുവദിക്കൂല, മഹാനായ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് പരിചയമില്ലാത്ത എന്ന ആളാണെന്ന് ബുഖാരിയിൽ വിശേഷിപ്പിക്കപ്പെട്ട ഈസ നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിൽ മുസ്ലിങ്ങളായ വിഭാഗത്തെ അള്ളാഹു അനുവദിക്കൂല. പിന്നെ ആര് പോയിട്ടല്ലാതെ ഈ മുമ്പന്മാരായ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ പോയിട്ടല്ലാതെ. അങ്ങനെയുള്ളവർ ജീവിച്ച നാടാണ് മദീന, അങ്ങനെയുള്ളവർ താമസിച്ച അന്തരീക്ഷമാണിത്, അങ്ങനെയുള്ളവരെ ശ്വസിച്ചതായ വായുവുള്ള നാടാണിത്. അവര് ഇസ്ലാമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച്, അതുകൊണ്ട് സ്വർഗം വില വാങ്ങി. സ്വർഗം വില അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹും അൽ ജന്ന, അവർക്ക് പകരം സ്വർഗമുണ്ട് എന്ന് പ്രഖ്യാപനം നൽകി, വാഗ്ദാനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ എന്താണ് സമർപ്പിച്ചത്? അവരുടെ ജീവൻ. അവർ വേണ്ടത് മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ മുമ്പിൽ ഇതാ ഉഹദ് പർവ്വതം കാണുന്നു. ഞാനിപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളും കാണും ഉഹദ് പർവ്വതം. ആ ഉഹദ് പർവ്വതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് റബ്ബുൽ ഇസ്സത്തിനോട് ഈ മദീന നേതാക്കൾ, ഈ മദീന ചേതാക്കൾ, ഈ മദീനയിൽ ജീവിച്ച നമ്മുടെ മുമ്പന്മാർ ദുഅഫാകൾ എന്ന് ഞാൻ ഇന്ന് മക്ക ഇമാം വിശേഷിപ്പിച്ച ശേഷികെട്ടവരായി പണ്ട് മക്കയിൽ ജീവിച്ച വിഭാഗം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തതായ വിഭാഗം, അവരുടെ ആദ്യ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ഇലകൾ തിന്ന് ജീവിച്ചു എന്ന് ചിലർ പറയുന്നു. ചിലപ്പോൾ മക്കത്ത് ഇല ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തോല്, ഉണങ്ങിയ തോല് ചിലർ തിന്നുന്നാണ്. എന്തു തിന്നാൻ മുമ്പിലില്ല, ശിക്ഷയിലാണ്, ശിക്ഷക്കപ്പെടാണ്. മക്കക്കാരെ പിടിച്ചിട്ട് അവരെ 2 പർവ്വതത്തിന്റെ ഇടുക്കിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, റസൂൽ അടക്കമുള്ള നേതാക്കളെ. മനസ്സിലായില്ലേ? അങ്ങനെ തിന്നാനൊന്നുമില്ല, അതുകൊണ്ട് കാശിക്കാനും പറ്റുന്നില്ല. കാശിക്കണമെങ്കിൽ പള്ളിയിൽ വല്ലതും വേണ്ടേ? ആ രൂപത്തിലായി മാറി. പിന്നെ ഗസ്വാനെ പോലത്തെ പല സഹബാക്കള മുമ്പന്മാരിൽപ്പെട്ടവര് പിൻകാലഘട്ടത്തിൽ അവർക്ക് അള്ളാഹു മക്കയുടെ ശേഷം അബൂബക്കറിന്റെ കാലം വന്നു, ഷാമിന്റെ ചില ഭാഗങ്ങൾ ഫതഹായി. പിന്നെ ഉമറിന്റെ കാലം വന്നു റളിയല്ലാഹു തആല അൻഹുമ, ഇറാഖും ഷാമിന്റെ നല്ല വിഭാഗവും ഫതഹായി. ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ പണ്ട് ഉത്ബത്ത് ബിൻ ഗസ്വാൻ പറയുന്നു, ഞങ്ങളവിടെ നേതാക്കളായി, ചേതാക്കളായി, അമീറന്മാരായി വാഴാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പണ്ടത്തെ ജീവിതം ഓർത്തു. എന്ത്? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഭീഷണിപ്പെട്ടുകൊണ്ട് അറസ്റ്റിൽ ജീവിച്ചതായ, തിന്നാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത, ആരെങ്കിലും വെള്ളം വരികയാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടി ഇസ്ലാമിന്റെ ആനത്തടിയന്മാരായ മുൾച്ചെടികൾ നിൽക്കുന്ന യുഗത്തെ ഞങ്ങൾ ഓർത്തു എന്ന് അവർ പറയാറുണ്ട്. ഈ ബുഖാരി പൊടിച്ചുന്ന ഹദീസുകളിലൊക്കെ പരിശോധിച്ചാൽ കാണാം ഈ ദുഅഫാകളുടെ ജീവിത ശൈലി. അപ്പോൾ ദുഅഫാകൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തറവാക്കിയതായ ആ വിഭാഗത്തിലേക്കാണ് സൂചനയെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ ധാരാളം ദുഅഫാകൾ ലോകത്തിന്റെ നാനാതുറകളിലുണ്ട്. സിറിയയിൽ ദുഅഫാകളുണ്ട്, യമനിൽ ദുഅഫാകളുണ്ട്, അതുപോലെ തന്നെ അഫ്ഗാനിൽ ദുഅഫാകളുണ്ട്, കശ്മീരിൽ ദുഅഫാകളുണ്ട്. ലോകത്തിന്റെ നാനാതുറകളിലും ധാരാളം ദുഅഫാകളുണ്ട്. ഇസ്ലാമിനെ പിടിച്ചു നിൽക്കണം എന്ന് നിർബന്ധമുള്ളതായ ബർമ്മ നാടുകളിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ഈമാനിനെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കാത്ത ചുറ്റുപാടാണ്. ജീവനോട് കൂടി കുഴിച്ചു മൂടുന്ന ചുറ്റുപാടുള്ള നാടുകളുണ്ട്. മുസ്ലിങ്ങൾ അവരുടെ തെറ്റെന്തെന്ന് ചോദിച്ചാൽ ഒമാന ഖമൂമിൻഹും ഇല്ലാ അൻ യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അവർ മുസ്ലിങ്ങളായി എന്നല്ലാതെ വേറൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്ത പാപം തന്നെ, അവർ ചെയ്ത തെറ്റ് തന്നെ മുസ്ലിങ്ങളായി എന്നതാണ്. ആ രൂപത്തിൽ ഭീഷണിക്കപ്പെടുന്ന, ആ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന എത്ര ദുഅഫാകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ദുഅഫാ എന്ന പദം പറയുമ്പോൾ മുമ്പന്മാരായ സഹാബാക്കളിൽ മാത്രം പരിമിതമല്ല, ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങളിൽ ദുഅഫാകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശൈലിയുണ്ട്. ദുഅഫാകൾക്ക് വേണ്ടിയാണ് മഴ ഇറങ്ങുന്നത്. ദുഅഫാകളില്ലെങ്കിൽ മഴ ഇവിടെ ഇറങ്ങുകയില്ലായിരുന്നേനെ. ശേഷിക്കട്ടവരിവിടെ ഇല്ലെങ്കിൽ മഴ ഇറങ്ങുകയില്ലായിരുന്നേനെ. അഥവാ അവരിലൂടെ മഴ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയാണ് മഴ ഇറങ്ങിയത്. അവരില്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ജീവിത രീതിയിൽ സമ്പന്നരായതോടുകൂടി ആഡംബര ജീവിതം നയിക്കുന്ന
അള്ളാഹു ചെയ്ത നിഅമത്തിനെ മതിമറന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ മറന്ന് ജീവിക്കുന്ന ആ വിഭാഗത്തിന് ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാനുള്ള പഴുതില്ല. പക്ഷേ അവരുടെ ഇടയിൽ ദുഅഫാകൾ ഉണ്ടാവുമ്പോൾ ദുഅഫാകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തെ, മഴയെ ചൊരിയുന്നു എന്നത് ഹദീസിന്റെ ശൈലിയാണ്, ഹദീസിന്റെ ഭാഷയാണ്. ലൗലാ ശുയൂഖുൻ ലിൽഇലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുളഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ ലൗലാ ശുയൂഖുൻ ലിൽഇലാഹി റുക്കഉ. ഇവിടെ വയസ്സും പ്രായവുമുള്ളതായ വാർദ്ധക്യം പൂണ്ട മനുഷ്യന്മാർ അള്ളാഹുവിന് റുക്ഉ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗമില്ലെങ്കിൽ അപ്രകാരം തന്നെ മുലയൂട്ടുന്ന യതീമുകളായ അനാഥ കുട്ടികളുമില്ലെങ്കിൽ നാൽക്കാലികൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന നാൽക്കാലികളുമില്ലെങ്കിൽ കഠിന കഠോരമായ അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കും നിങ്ങളെ പിടിപെടുക, നിങ്ങൾ കറങ്ങുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മഴ വർഷിക്കുന്നു? ജനങ്ങൾ ചെയ്യുന്ന തെറ്റ് അള്ളാഹു, ആ പരാക്രമം അള്ളാഹു കണ്ടതോടുകൂടി എന്തിന് അള്ളാഹു മഴ ഇറക്കുന്നു? ഇവിടെയുള്ള ദുഅഫാകളെ, ഇവിടെയുള്ള യതാമ അഥവാ അവശരെ, അപ്രകാരം തന്നെ അനാഥ കുട്ടികളെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എന്നതായ ഹദീസിന്റെ ഭാഷ പദ്യമായി പണ്ഡിതന്മാരിൽ നിന്നിട്ട് ചിലർ പാടിയതാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ ശൈലിയാണ്. ഇവിടെ ദുഅഫാകൾക്ക് വേണ്ടിയാണ് മഴ ഇറങ്ങുമ്പോൾ മഴ ഇറങ്ങാറുള്ളത് എന്ന ശൈലി. എൻ്റെ സദസ്സിലിരിക്കുന്നതായ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഹാജിമാരെ പരിഗണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനും ഉദ്ദേശിക്കുന്നു. കാരണം ഞങ്ങൾ ഉച്ചക്കുള്ള ടൈം ഇപ്പോൾ മദീന ചുറ്റുപാടനുസരിച്ച് മദീന അന്തരീക്ഷം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കേരളത്തിൽ വ്യത്യാസമുണ്ടാവാം. പകൽ സമയത്ത് ടൈം ഇടുങ്ങി വരികയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം വളരെ ചുരുക്കമാണ്, ക്ലാസ്സിലുള്ള ടൈം. പിന്നെ ആരോഗ്യം കുറവായതുകൊണ്ട്, ആരോഗ്യത്തിന് അല്പം ക്ഷീണമുള്ളത് കാരണത്താൽ ഇക്കൊല്ലം ഹാജിമാർക്കുള്ള ക്ലാസ്സുകളിൽ ക്ലാസ്സുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. വേണ്ടതുപോലെ എത്താൻ സാധിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാവിയിൽ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ചുകൊണ്ട് സേവിക്കാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. അതേസമയത്ത് ഹാജിമാരായ അള്ളാഹുവിൻ്റെ ആ ഭക്തജനങ്ങളായ സദസ്സിൽ എൻ്റെ സദസ്സിൽ പങ്കെടുത്ത ചിലരടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട നിർബന്ധമായ ഭാഗമാണ് ഈ വിശുദ്ധ ഭൂമി ലോകത്തോട് ഓതുന്നതായ വിശാലമായ കഥനക്കഥകൾ. അത് ഹജ്ജ് പഠിപ്പിക്കുന്ന പാഠത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് മക്ക ഇമാം ഉണർത്തിയതുപോലെ മദീന ഇമാമും ഉണർത്തിയിട്ടുണ്ട്. നാം എല്ലാവരും പഠിക്കേണ്ടതായ ശൈലി, നമ്മളോട് വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, ഹജ്ജ് ചെയ്തവർ, ഹജ്ജ് ചെയ്യാത്തവർ, കഴിഞ്ഞ കൊല്ലം ഹജ്ജ് ചെയ്തവർ എന്നിട്ട് പലരും ഇപ്പോഴില്ല. കഴിഞ്ഞ കൊല്ലം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവർ തന്നെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെ മരിച്ചവരെയും നാം കണ്ടു. അപ്പോൾ ഇവിടെ നാം ഏത് സമയത്തും മരണത്തോട് മല്ലിട്ട് കൊണ്ടേ ഇരിക്കുന്ന വിഭാഗമാണ്. ഏത് സമയത്തും നമ്മുടെ കൂടെ തന്നെ കൂടപ്പുറപ്പായി നമ്മുടെ കൂടെ ജീവിക്കുന്ന സാധനമാണ് മരണം. എന്നതുകൊണ്ട് തന്നെ ഇനി ഹജ്ജിന് വരാൻ സാധിക്കുമോ, ഇനി ഉംറയ്ക്ക് വരാൻ സാധിക്കുമോ, ഇനി സൽക്കർമ്മം ചെയ്യാൻ സാധിക്കുമോ എന്ന് ആർക്കും തന്നെ പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് കിട്ടിയതായ ആ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തിയും കൊണ്ട് പുണ്യഭൂമിയിൽ നിന്നിട്ട് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിച്ചതായ നമ്മുടെ നേതാക്കളിലൂടെ യുദ്ധങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ മത്സരങ്ങളിലൂടെ അവര്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഹദ് പോർക്കളത്തിന്റെ മുമ്പിൽ ഈ സഹാബാക്കൾ കൂട്ടത്തോടു കൂടി ഇറങ്ങിയിട്ട് പിടിച്ചോ റബ്ബേ കഴുത്ത്, പിടിച്ചോ റബ്ബേ ചോര, പിടിച്ചോ റബ്ബേ മാംസം, പിടിച്ചോ റബ്ബേ വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതായ ആ ധീരയോദ്ധാക്കളെ വാർത്തെടുത്തതായ നാടാണ് മദീന, നാടാണ് മക്ക, നാടാണ് ഈ പരിസരം. അങ്ങനെയുള്ള നാട്ടിൽ വന്നു പോകുമ്പോൾ അവിടുക്കെത്തേണ്ടതില്ല. ഒരു സുബഹി നിസ്കരിക്കാൻ വേണ്ടിയെങ്കിലും ഉണരാനുള്ള ചെങ്കൂറ്റം ഉണ്ടാവില്ല. സുബഹി നിസ്കരിക്കാൻ
ഇപ്പോൾ ഹജ്ജൊക്കെ ചെയ്തില്ലേ? ഹജ്ജ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായി തട്ടിപ്പില്ലാതെ, വെട്ടിപ്പില്ലാതെ, അനാചാരമില്ലാതെ, അക്രമമില്ലാതെ, അനീതിയില്ലാതെ, ഏഷണിയില്ലാതെ, പരദൂഷണമില്ലാതെ, കള്ള സാക്ഷിയില്ലാതെ, കള്ള സത്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നടപ്പാക്കാനുള്ള ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടാവുക. അത് ഇവിടുന്ന് തന്നെ റബ്ബിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുക. റബ്ബേ, ഇതാ എനിക്ക് നീ ഹജ്ജ് ചെയ്യാനുള്ള ചാൻസ് തന്നു, എനിക്ക് ഉംറ ചെയ്യാനുള്ള ചാൻസ് തന്നു, എനിക്ക് മദീനയിൽ റസൂലുള്ളാഹിന്റെ നാട്ടിൽ വരാനും റസൂലുള്ളാഹിന്റെ നാട്ടിൽ മസ്ജിദ് നബവി സന്ദർശിക്കാനും, എന്നിട്ട് റസൂലുള്ളാഹിന്റെ മസ്ജിദ് നബവി സന്ദർശിച്ച ശേഷം നീന്റെ നേതാവായ നീ ഇവിടെ ഞങ്ങൾക്ക് നിർണയിച്ച ഞങ്ങളുടെ നേതാവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവർക്ക് സലാം പറയാനും അവരുടെ സാഹിബൈന് സലാം പറയാനും ഒക്കെ ചാൻസ് നൽകി. ഈ ചാൻസ് നൽകിയതായ നിനക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നത് എങ്ങനെയാണ് വേണ്ടത്? അള്ളാഹ് ആവശ്യപ്പെട്ടതുപോലെ പ്രവർത്തനത്തിലൂടെയായിരിക്കണം നന്ദി പ്രകടനം. ദാവൂദിന്റെ സമൂഹമേ, നിങ്ങൾ ശുക്ർ, നന്ദി അമൽ ചെയ്തുകൊണ്ട് കാണിക്കുക, പ്രകടിപ്പിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം. ഇന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ പണ്ടത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. ഞാൻ കേരളത്തോട് വിട വാങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേരളമല്ലേ അല്ല ഇന്ന്. അന്നത്തതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ, സത്യം അസത്യമായി, അസത്യം സത്യമായി മാറിയതായ യുഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുഗത്തിൽ കേരളം പോലത്തെ നാടുകളിൽ സത്യം പറഞ്ഞു കൊടുക്കാൻ സൗദി അറേബ്യ പോലെയുള്ളതായ സ്വാതന്ത്ര്യമില്ല. സൗദി അറേബ്യയിൽ ഇവിടെ തെറ്റ് ചെയ്യാനാണ് പ്രയാസം. ആർക്കെങ്കിലും കള്ളു കുടിക്കണമെങ്കിൽ ഒളിച്ച് ചെയ്യണം. കേരളത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകത്തുള്ള ഏത് രാഷ്ട്രങ്ങൾ പരിശോധിച്ചാലും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കാത്ത നാടുകളിൽ അവിടെ പരസ്യമായി അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ പരസ്യമായിട്ട് തോന്നിവാസങ്ങളും അനാചാരങ്ങളും വിദ്യാർത്ഥികളും ചെയ്യാനോ അവിടെയൊന്നും ഒരു പ്രയാസവുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നന്മ ചെയ്യുകയാണെങ്കിൽ, ഉള്ളത് പറയുകയാണെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിലോ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഒളിച്ചു ചെയ്യുന്നു, റൂമുകളിൽ ചെയ്യുന്നു, ആരും കാണാതെ ചെയ്യുന്നു. അത് ദീനിന്റെ പേരിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തന്നെ അങ്ങനെയാണ്. ദീനിന്റെ പേരിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തന്നെ ഒളിച്ചാണ് ഇവിടെ ചെയ്യുക. പരസ്യമായി ചെയ്യാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല? ഇവിടെ ഇറങ്ങിയ ഖുർആനിൽ ഇല്ലാത്തതോ, ഇവിടെ ഇറങ്ങിയ ഹദീസിൽ ഇല്ലാത്തതോ, ഇവിടെ ജീവിച്ച മുഹമ്മദ് നബി കാട്ടാത്തതോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ജീവിച്ച സഹാബാക്കൾ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ, അപ്രകാരം തന്നെ അൻസാറുകൾ, മുഹാജിറുകൾ അവർ ചെയ്യാത്തതോ ഇവിടെ ചെയ്യാൻ ഈ ഗവൺമെന്റ് അനുവദിക്കുകയില്ല. ഇവിടെ ഇസ്ലാമിക നിയമം നടപ്പാക്കണമെന്ന് നിർബന്ധമുള്ളതായ, അതിനുവേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നതായ ഒരു ഗവൺമെന്റിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിലേക്ക് പണ്ട് തന്നെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ പല കാലഘട്ടങ്ങളിലായിട്ട് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവര എന്നതുപോലെ പല ബിദ്അത്തിന്റെ ഇനങ്ങൾ തുറിച്ച് കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് റസൂലുള്ള പറഞ്ഞതുപോലെ അൽ മദീനതു തംഫീ ഖബതഹാ, മദീന അതിന്റെ അഴുക്കിനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. വൽ ഹറമാനി യംഫിയാനി ഖബതഹുമാ, മക്ക മദീന ഹറം അതിലുള്ളതായ അനിസ്ലാമിക ചിന്താഗതികളും അനിസ്ലാമിക നിയമങ്ങളും വ്യവസ്ഥകളും അതെല്ലാം ഇവിടെ നിന്ന് ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയാണ് ഇവിടെ ബാത്തിലിന്റെ സ്വഭാവം ഹക്ക് ഇവിടെ പ്രകടമായിക്കൊണ്ടേ ഉണ്ടാകും. ബാത്തില് നാമാവശേഷപ്പെട്ടുകൊണ്ടേ ഉണ്ടാകും. ബാത്തിലിന്റെ സൗലാത്ത് കുറവാണ്, ഹക്കിന്റെ സൗലാത്ത് കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഇവിടെ ജനങ്ങൾ വന്നിട്ട് ബഖീ സന്ദർശിക്കുന്നു. അപ്പോൾ ഞാൻ ചില ഹാജിമാരോട് കൂടി പണ്ട് ഞാൻ വിദ്യാർത്ഥിയായ കാലഘട്ടത്തിലൊക്കെ പല എൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്നവരിൽ അന്ന് കാലഘട്ടത്തിൽ വന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ കൂടെ ഞാൻ ചെല്ലും, അവരുടെ കൂടെ ബസ്സിൽ കയറും, അവരുടെ കൂടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും, അവരുടെ കൂടെ മുസ്ലിയാമാരെ പ്രത്യേകിച്ച് പങ്കെടുപ്പിക്കും. എന്നിട്ട് മദീന യൂണിവേഴ്സിറ്റി അവർ കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ ബാധ്യത നിർവഹിക്കാനുള്ള ചുറ്റുപാട് ഹുജ്ജത്ത് സ്ഥാപിച്ചു വിടണം. ഹുജ്ജത്ത് അവിടുന്ന് ലഭിക്കണം. ഇതാണ് യാഥാർത്ഥ്യം. ഈ നാട് അള്ളാഹ് ഖുർആൻ ഇറക്കിയ നാടാണ്. ഖുർആനെ ഞാൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹ് ഏറ്റെടുത്തതാണ്. അള്ളാഹ് ഏറ്റെടുത്തതായ ഖുർആനിനെ ഇറക്കിയതായ നാട്ടിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത നിയമം നടപ്പാക്കാൻ അള്ളാഹ് സമ്മതിക്കുന്നതല്ല. അഥവാ വല്ലരും അത് കാട്ടുകയാണെങ്കിൽ ഇവിടെ ഈ ഭൂമിയുടെ പവിത്രതയ്ക്ക് വിപരീതമായിട്ട് വല്ലതും കാട്ടിയാലെന്നല്ല, കാട്ടാൻ ഉദ്ദേശിച്ചാൽ കഠിന കൊടോരമായ
തീവ്രമായ ശിക്ഷ ഞാൻ അവനെ കൊണ്ട് തീറ്റിപ്പിക്കുമെന്ന് ഖുർആൻ. മക്കയെ കുറിച്ചാണത്. മദീനയെ കുറിച്ചോ? മൻ അറാദ ബി അഹ്ലിൽ മദീനതി സുആ, മദീനയിൽ ജീവിക്കുന്നവരിൽ തൗഹീദ് ഉൾക്കൊള്ളുന്നവരായ ഏകദൈവ വിശ്വാസികളായ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കണമെന്ന് നിർബന്ധമുള്ള ഈ നാട്ടിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്കെതിരിൽ ആരെങ്കിലും ഗൂഢാലോചനകൾ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചാൽ, ഉദ്ദേശിച്ചാൽ, ചെയ്താലല്ല. ഞാൻ പറയുന്ന ബുഖാരിയുള്ള ഹദീസാണ്, മുസ്ലിമുള്ള ഹദീസാണ്. ബുഖാരിയുടെ പദം എന്താണ്? മൻ അറാദ ബി അഹ്ലിൽ മദീനതി സൂഅൻ ഇൻമാഅ കമാ യൻമഉൽ മിൽഹു ഫിൽ മാ. മുസ്ലിമിന്റെ ഹദീസ് എന്താണ്? മൻ അറാദ ബി അഹ്ലിൽ മദീനതി സൂഅൻ അദാബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. രണ്ടും ഒരേ അർത്ഥമാണ്. ഒന്ന് ബുഖാരിയിൽ, മറ്റൊന്ന് മുസ്ലിമിൽ. മദീനക്കാരെ കൊണ്ട് ആരെങ്കിലും, അഥവാ മദീനക്കാരെ കൊണ്ട് ഉദ്ദേശം ഇവിടെ മറ്റു ഹദീസിന്റെ സഹായത്തോടുകൂടി, മറ്റു ഹദീസിന്റെ വിശദീകരണത്തിന്റെ സഹായത്തോടുകൂടി, മദീനക്കാരെ കൊണ്ട് ഉദ്ദേശം ഇവിടെ തെറ്റ് ചെയ്യുന്നവരായ ഖുറാഫാത്തും ബിദ്അത്തും അനാചാരങ്ങളും ചെയ്യുന്നവരല്ല ഉദ്ദേശം. മറിച്ച് ഈ നാട്ടിലിറങ്ങിയ തൗഹീദ് സ്ഥാപിക്കുന്നവരാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരു മയ്യത്തിന്റെ ബേക്കിൽ നിന്നിട്ട് 40 ആള് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ അള്ളാഹു റസൂൽ കൂട്ടിച്ചേർത്തു. ആ 40 ആൾ ആരായിരിക്കണം? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുവഹിദായിരിക്കണം. മുശ്രിക്ക് നിസ്കരിച്ചാൽ, മയ്യത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കുന്ന, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തതായ കട്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ, ജിന്നുകളെ, വസ്തുക്കളെ, വ്യക്തികളെ ബഹുമാനിച്ച് ആദരിച്ച് അള്ളാഹനെ അവഗണിക്കുന്നതായ ആ പടുവിഡ്ഢികൾ 1000 അല്ല, ലക്ഷമല്ല, മില്യനുകൾ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ പ്രയോജനമില്ല. അതുകൊണ്ട് മയ്യത്തിന് വേണ്ടി 40 ആള് മുവഹിദീങ്ങളായ ആൾക്കാരായിരിക്കണമെന്ന് റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ വിശുദ്ധ ഭൂമിയിൽ അതിന്റെ പവിത്രതയെ സംരക്ഷിക്കാൻ, അതിലിറങ്ങിയതായ വഹീനെ, അതിലിറങ്ങിയതായ ഖുർആനിനെ, അതിലിറങ്ങിയതായ സുന്നത്തിനെ പരിഗണിച്ചുകൊണ്ട് നടപ്പാക്കുന്ന വിഭാഗത്തിനെതിരിൽ ആരെങ്കിലും ചിന്തിച്ചാൽ തന്നെ വെള്ളത്തിൽ ഉപ്പിട്ടാൽ അലിഞ്ഞു പോകുന്നത് വരെ അവര് ദീനിൽ പോകുന്നത് പോലെ അവര് ദീനിൽ നിന്നിട്ട് ശുദ്ധിയായി, ദീനിൽ നിന്നിട്ട് ഒഴിവാകും. അവര് ഇത് ഉപ്പ് എങ്ങനെയാണ് ഒഴുകിത്തീർന്നത്, കലരുന്നത് എന്തിൽ? വെള്ളത്തിൽ. എന്നതുപോലെ അവർ ദീനിൽ നിന്നിട്ട് നാമാവശേഷപ്പെടും. അങ്ങനെയുള്ള മഹാ അപകടത്തിൽ പെട്ടുപോകും മദീനക്കാരെ കൊണ്ട്. അപ്പോൾ മദീനക്കാരെ കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട്, മദീനക്കാരെ ആക്ഷേപിച്ചുകൊണ്ട്, മദീന പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട്, മക്ക പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടുന്നവരൊക്കെ എത്ര കൂടുതൽ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഇത്തരം ഹദീസുകളെ കുറിച്ചും എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രയോ കാലഘട്ടത്തിൽ ഇന്ന് മദീന ഇമാം സൂചിപ്പിച്ച ഭിന്നിപ്പിനുള്ള കാരണം തന്നെ ലോകവ്യാപകമായത് തൗഹീദ് ഒഴിവാക്കിയപ്പോഴാണ്. തൗഹീദിലൂടെയാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്തത്? ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും. ലോകമാസകലം നിങ്ങൾ ചെലവഴിച്ചാൽ, എത്ര കോൺഫറൻസ് കൂടിയാൽ, എത്ര യോഗങ്ങൾ കൂടിയാൽ, എത്ര കമ്മിറ്റികൾ തീരുമാനിച്ചാൽ, എത്ര സ്റ്റേജുകൾ കെട്ടിയാൽ, എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് ഐക്യമുണ്ടാക്കാൻ സാധിക്കുന്നതേ അല്ല. അല്ല നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാതെ, അങ്ങനെയുള്ള അല്ലയാണ് നിങ്ങളുടെ ഇടയിൽ തൗഹീദിലൂടെ ഐക്യമുണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള 313 14 17 പേരിലൂടെ മക്കയിലുള്ളതായ ശിർക്കിന്റെ തലയോടുകളെ തകർത്തപ്പെടാൻ ബദറിൽ വെച്ചിട്ട് അല്ലാഹു ആ മുഅ്മിനീങ്ങളായ ബദരീങ്ങൾക്ക് ചാൻസ് നൽകുകയുണ്ടായി. എന്ത് കാരണത്താൽ? ഹക്കായി പുലരണം, ബാത്തിലായി പുലരണം. അതാണ് ഇത് മദീന പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ചിലത് മാത്രമാണ്. ഇത് ഇവിടെ വന്നു പോകുന്നവർ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചാൽ ആദ്യമായി വീട് നന്നാക്കണം, വീട് മദീനീകരിക്കണം, വീട് സ്വർഗത്തോപീകരിക്കണം, വീട് മക്കീകരിക്കണം, വീട് ഖുർആനീകരിക്കണം, വീട് സുന്നത്തീകരിക്കണം. അപ്പോൾ വീട് സുന്നത്തീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ 3 വക്തുകാരുടെ തത്വം ഒഴിവാക്കേണ്ടി വരും, ബുദ്ധിപൂജകന്മാരുടെ തത്വം ഒഴിവാക്കേണ്ടി വരും, ഇസ്ലാമിനെ തള്ളിപ്പറയുന്നവരെ നാം ഒഴിവാക്കേണ്ടി വരും, ഇസ്ലാമിലുള്ള ചെറുതോ വലുതോ ആയ സ്ഥിരീകരിക്കപ്പെട്ട ഏത് കാര്യങ്ങൾ തരം താഴ്ത്തി പറയുന്ന, വിലവെക്കാതെ ഇരിക്കുന്ന വിഭാഗത്തെയെല്ലാം ഒഴിവാക്കേണ്ടി വരും. എന്നിട്ട് ഐക്യത്തോടു കൂടി മദീന ഇമാമിനെ
ഇമാമിന്റെ ഖുതുബ അതാണ്. ഐക്യത്തോടു കൂടി തൗഹീദിന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതായ മുസ്ലിം സമൂഹമായി മാറാൻ നാം പരിശ്രമിക്കണം. അത് ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് ഇല്ലാത്ത നാടുകളിലും അതിന് ചാൻസ് ലഭിക്കും. പ്രത്യേകിച്ച് കേരളത്തെ പോലോത്ത, ഇന്ത്യ പോലോത്ത നാടുകളിൽ എന്തൊരു സ്വാതന്ത്ര്യം! എത്രയോ അറബ് രാഷ്ട്രം, സൗദി അറേബ്യ അല്ലാത്ത ധാരാളം അറബ് രാഷ്ട്രം സന്ദർശിച്ച ആളാണ് ഞാൻ. സൗദി ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ ഇവിടെയുള്ളതായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി അവിടെ പഴയ അമൂല്യ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന കമ്മിറ്റികളോട് കൂടി ഞാൻ പലപ്പോഴും പല രാഷ്ട്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയെല്ലാം ഉള്ള മുസ്ലിങ്ങളുടെ ജീവിത രീതി ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ കേരളത്തെ കുറിച്ച് ഓർത്തിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എന്തേ കേരളത്തിൽ എന്തോ ഒരു സ്വാതന്ത്ര്യം! ഇന്നലെ വരെ വാട്സാപ്പിൽ കണ്ടു കുട്ടികൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പല പള്ളികളുടെ മുമ്പിലും പല മദ്രസകളുടെ മുമ്പിലും പല ഖബർസ്ഥാനത്തിന്റെ മുമ്പിലും എല്ലാം അവിടെ വണ്ടി വെച്ചിട്ട് സ്ക്രീൻ തുറന്നു വെച്ചിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്താണ്. ഒരു പ്രയാസവുമില്ല. ഇതൊന്നും അറബ് രാഷ്ട്രത്തിൽ, സൗദി അറേബ്യ അല്ലാത്ത പല രാഷ്ട്രത്തിൽ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊരു മഹാഭാഗ്യമല്ലേ? അത് നാം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് കേരളത്തിൽ നിന്നിട്ട് ഹജ്ജിന് വേണ്ടി വന്ന, മെമ്പർക്ക് വേണ്ടി വന്ന, മദീന മസ്ജിദ് നബവി സന്ദർശനത്തിന് വേണ്ടി വന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ നാട് ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ പോയാൽ മാത്രം പോരാ, ഭാവി ജീവിതത്തിൽ അത് നടപ്പാക്കണം. എന്നിട്ടോ ഈ നാടുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ഈ നാട്ടിലിറങ്ങിയ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ഈ നാട്ടിലിറങ്ങിയ സുന്നത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. അപ്പോൾ എന്ത് വേണ്ടി വരും? ബുദ്ധിപൂജ നിർത്തിവെക്കേണ്ടി വരും. ബുദ്ധിപൂജ നിർത്തിവെച്ചാൽ നമുക്ക് ഖുർആൻ എന്ത് പറഞ്ഞു? തീർന്നു. അതുകൊണ്ടാണ് ഈ ഹാജിമാരെ മനസ്സിലാക്കണം. ഹാജിമാരെ അള്ളാഹ് എവിടേക്കാ ക്ഷണിച്ചത്? പണ്ട് ഹുംസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഹുംസ് ഉണ്ടല്ലോ. എന്താ ഹുംസ് എന്ന് പറഞ്ഞാൽ? പറഞ്ഞല്ലോ ഹുംസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ ഹുംസ് എന്ന് പറഞ്ഞാൽ? ഷിദ്ദത്ത് അല്ലേ? ഷിദ്ദത്ത്, ഹമാസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയില്ല. ഹമാസ് അതാണ് ഹുംസ്. അങ്ങനെയുള്ള ഹുംസ്, അതായത് ശിർക്കിൽ ജൂതന്മാരിൽ വളരെ സ്ട്രോങ് ഉള്ള ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളും സ്ട്രോങ് ഉള്ള ക്രിസ്ത്യാനികളുണ്ട്. എന്നതുപോലെ ശിർക്ക് ചെയ്യുന്നവർ സ്ട്രോങ് ഉള്ള ശിർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു ഇവിടെ മക്കത്ത്. മനസ്സിലായില്ലേ? ആ സ്ട്രോങ് ശിർക്ക് ചെയ്യുന്നവരാണ് എന്ത്? വസ്ത്രം ധരിക്കാതെ തവാഫ് ചെയ്യുന്നവർ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതിന്റെ പേരിൽ എത്ര ആൾ കവിത പാടി പെണ്ണുങ്ങളെ കുറിച്ച്, ആണുങ്ങളെ കുറിച്ചൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ശക്തിയായ രീതിയുടെ പേരാണ് ഹുമസ്. ആ ഹുമസ് പേറുന്ന വിഭാഗം മുസ്ദലിഫ വരെ അവരുടെ ഹജ്ജുള്ളൂ. എന്തില്ല? അറഫയിൽ പോകൂല. എന്താ കാരണം? വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയുന്നത് പോലെ. മനസ്സിലായില്ലേ? എന്താ കാരണം? ഹറമെന്ന് പുറത്തു പോകാനോ? പണ്ട് ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മറന്നു കാണൂല. എന്താണത്? ഒരാചാര് വന്നിട്ടേ കഅബത്തുനിന്ന് പുറത്തു പോയില്ല, കഅബത്തിന്റെ പരിസരത്തിൽ തന്നെ. എന്നിട്ട് ഹാജിമാരൊക്കെ ഹജ്ജ് ചെയ്ത് അറഫയിൽ പോയി, മിനയിൽ പോയി, മുസ്ദലിഫയിൽ പോയി, കല്ലെറിഞ്ഞു. മക്കത്ത് വന്നപ്പോൾ മൂപ്പര് അവിടെ തന്നെ കഅബത്തിന്റെ അടുത്ത്. എന്താ ആചാരം, നിങ്ങൾ ഹജ്ജിന് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറയാണ്, എന്ത് ഹജ്ജ കഅബ ഇല്ലാതെ എന്ന്. മൂപ്പര് കഅബത്തിന്റെ പരിസരത്ത് തന്നെ ഇരുന്നു. മൂപ്പര് പഠിച്ച ഇൽമ അതാണ്. മനസ്സിലായില്ലേ? എന്ന മാതിരി ഈ മക്ക കാഫിരികൾ എന്ത് പറഞ്ഞു? മക്ക ഹറം വിട്ട് ഹജ്ജോ, അതുകൊണ്ട് എവിടേക്ക് പോയില്ല? അറഫയിലേക്ക് പോയില്ല. മനസ്സിലായില്ലേ? നാം എന്താണ് പറഞ്ഞു വന്നത്? എവിടെയായിരുന്നു നാം? അപ്പോൾ മക്കയിൽ പണ്ട് ഹജ്ജ് ചെയ്തതായ മക്ക കാഫിരീങ്ങൾ അനിസ്ലാമിക ഹജ്ജായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അനിസ്ലാമിക ഹജ്ജിൽ എന്തില്ല? അറഫയിൽ അവരുടെ ഹജ്ജിൽ എന്തില്ല? അവർ അറഫയിൽ നിൽക്കുക എന്നതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അറഫ ഹജ്ജിന്റെ ഒരു ഭാഗമായി എന്ന് മാത്രമല്ല, ഹൃദയ ഭാഗമായി സെലക്ട് ചെയ്തു. ആ ഹൃദയ ഭാഗമായി സെലക്ട് ചെയ്തതായ അറഫയിൽ ലോകത്തിൽ നിന്ന് അനാത്രകൾ നിന്നിട്ട് ഖുർആൻ പറഞ്ഞതുപോലെ വരുന്നതായ സർവ്വ മുസ്ലിങ്ങൾ ഹജ്ജിന് വേണ്ടി വന്നാൽ അറഫയിൽ നിന്നില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. 100 ഒട്ടകം മറുത്തു കൊടുത്താലും ഹജ്ജില്ല. അങ്ങനെയുള്ള അറഫയിൽ നിർത്തുന്നത് എന്തിനാണ്? ആ അറഫയിൽ വെച്ചിട്ടാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങിയത്. നിങ്ങളുടെ മതം ഇതാ സമാപിച്ചു. 23 കൊല്ലം റസൂലുള്ള ഇവിടെ ദഅവത്ത് ജീവിതം ജീവിച്ചു. 13 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനയിലും. ഈ ജീവിച്ചതിൻ്റെ അവസാനം കുറിക്കുകയാണ് ഹജ്ജ്. അതാണ് ഹജ്ജത്തുൽ വദാ, ലോകത്തോട് വിടവാങ്ങുന്ന ഹജ്ജ്. ആ ഹജ്ജിലാണ് അള്ളാഹു ലോകത്തോട് സംസാരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് ഇതോടുകൂടി നിങ്ങൾക്ക് ഞാൻ തരാൻ തീരുമാനിച്ച, ഇറക്കാൻ തീരുമാനിച്ച മതം പരിപൂർണമായി. അതാണ് ഇസ്ലാമാകുന്ന മതം. അതാണ് അള്ളാഹ് പറയുന്നത്, ഇസ്ലാമിനെ നിങ്ങൾക്ക് അള്ളാഹ് ഇഷ്ടപ്പെട്ട മതമായി. അതാണ് നിങ്ങൾക്കുള്ള ആദർശം, അതായിരിക്കണം നിങ്ങൾക്കുള്ളതായ ശാസ്ത്രം, അതായിരിക്കണം നിങ്ങൾക്കുള്ള മതം. എന്നല്ലാതെ സെക്കുലറിസമല്ല, സോഷ്യലിസമല്ല, അപ്രകാരം ഷിയായിസമല്ല, റാഫിദീസമല്ല, മുഅ്തസിലീസമല്ല, ജഹ്മീസമല്ല, എന്തെല്ലാം ഖാദിയാനീസമല്ല, എന്തെല്ലാം ഇസങ്ങൾ ലോകത്തിലുണ്ടായോ അതെല്ലാം ഒഴിവാക്കി ഇസ്ലാമാകുന്ന ആ പരിപൂർണ മതം അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഹാജിമാര് ഹജ്ജ് ആരംഭിച്ചിടം മുതൽ അവസാനിക്കുന്നത് വരേക്കും അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന, അവന്റെ പേര് മാത്രം മുദ്രാവാക്യം. എന്നിട്ട് ഈ മക്കത്തോട് വിടവാങ്ങി നാട്ടിലേക്ക് എത്തി ഇറങ്ങുമ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് എയർപോർട്ടിൽ ഇറങ്ങുക. മടങ്ങിയാലും പോയാലും യാത്ര ചെയ്താലും എന്ത് ചെയ്താലും നിന്നെ ഒഴിവാക്കി കളിയില്ല റബ്ബേ, നിന്നെ വിട്ട് കളിയില്ല റബ്ബേ. നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിനക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന, നിനക്കാണ് ഞങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാപിക്കേണ്ടത്. ഇത് ചെയ്യുന്ന ഒരു ഹാജി, ഇത് പറഞ്ഞ ഒരു ഹാജി പിന്നെ ടാക്കീസിൽ പോകാനോ, പിന്നെ കള്ള് ഷാപ്പിൽ പോകാനോ, പിന്നെ വ്യഭിചാരത്തിന് പോകാനോ, പിന്നെ ആ കാബം കറങ്ങിയതായ ഹാജി ആ ബാങ്ക് പലിശ ബാങ്ക് കറങ്ങാനോ ഒരിക്കലും ഉചിതമല്ലല്ലോ, ഒരിക്കലും ഉചിതമല്ല. അതുകൊണ്ട് പുണ്യഭൂമിയിലേക്ക് വന്നു പോകുന്ന ഹാജിയാര് അവന്റെ ഭാവി ജീവിതം മക്കീകരിക്കാൻ, മദീനീകരിക്കാൻ തീരുമാനിക്കണമെന്നതാണ് ഇവിടെ ഊന്നി പറഞ്ഞത്. നമ്മുടെ ടൈം അവസാനിച്ച് വരികയാണ്. ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ സദസ്യരായ ഹാജിമാർക്ക് അനിവാര്യമായ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇപ്പോൾ സൗദി അറേബ്യയിൽ പണ്ടൊക്കെ ഞാൻ മദീനത്തെ മസ്ജിദ് നബവിയിൽ ക്ലാസ് എടുത്ത കാലഘട്ടത്തിലൊക്കെ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ആകൃതി ഒക്കെ പറയുമ്പോൾ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. കാരണം അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ. കേരളത്തിൽ നാം ഏത് പള്ളി പരിശോധിച്ചാലും, ബഹുഭൂരിപക്ഷം മിക്ക പള്ളികൾ പരിശോധിച്ചാലും അവിടെയെല്ലാം പള്ളിയോടുകൂടി എന്തുണ്ട്? കെട്ടിപ്പൊക്കപ്പെട്ട ഖബറും ആ ഖബറിന് സിയാറത്തിന് പകരം പൂജയും പൂരങ്ങളും അപ്രകാരം തന്നെ മേളകളും നേർച്ചകൾ, ഇസ്ലാമിക നേർച്ചകളും എല്ലാം ഉള്ളതായ സ്ഥലമാണല്ലോ കേരളം പോലത്തെ നാട്, ഇന്ത്യ പോലത്തെ നാട്, ഈജിപ്റ്റ് പോലത്തെ നാട്, തുർക്കിയ പോലത്തെ നാട്, ഇറാഖ് പോലത്തെ നാട്, സൗദി അറേബ്യ അല്ലാത്ത ഏത് നാട് പരിശോധിച്ചാൽ ഇവിടെയുള്ള പ്രത്യേകത അതാണ്. ബഖീ എന്ന ഖബർസ്ഥാനത്തിൽ കടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഖീയിൽ ആരുണ്ട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്. കേരളത്തിലെ ലോകത്തിലുള്ള ഔലിയാക്കന്മാർ മുഴുവൻ കൂടിയാൽ ഉസ്മാന്റെ കാലിലേക്ക് എത്തൂല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഉസ്മാൻ കിടക്കാണ് അവിടെ. മനസ്സിലായില്ലേ? ഇല്ലാത്ത സ്ഥലത്ത് ഖബറുണ്ടാക്കുന്ന നാടാണ് കേരളം. മയ്യത്തില്ലാത്ത സ്ഥലത്തെ മയ്യത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഖബറുണ്ടാക്കാം. ബോംബെയിൽ അങ്ങനെ ഒരു കട്ടർ ഔലിയ ഉണ്ടായിരുന്നു. എൻ്റെ അനുഭവമാണ് കേട്ടാ, എന്തെങ്കിലും പറയല്ല. എൻ്റെ വീട്ടിലേക്ക് അമേരിക്കയിൽ നിന്നിട്ട് ഒരു മലയാള സുഹൃത്തി കയറി വന്നു. അദ്ദേഹം കണ്ണൂരുകാരനാണ്. അദ്ദേഹം പറയുകയാണ്, വിബഡി എന്ന് പറയുന്ന ബോംബെയിലുള്ളതായ പട്ടണത്തിൽ ഞാൻ കുറെ കൊല്ലമായി താമസിക്കുന്നത്. അവിടെ നിങ്ങളുടെ ക്ലാസ് കേട്ട ശേഷം നിങ്ങൾ പറഞ്ഞതായ പല കാര്യങ്ങളിൽ ഈ അനാചാരം കേട്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു. എന്താണെന്ന് ചോദിച്ചു. അവിടെ ഫുൾ പാത്തിൽ ഒരു സ്ഥലം ഇങ്ങനെ പൊങ്ങി വരികയാണ്. ആ പൊങ്ങി വരുന്ന സ്ഥലത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? അത് എന്തെങ്കിലും ഒരു കറാമത്തായിരിക്കും എന്ന് മനസ്സിലാക്കി. അവസാനം അമേരിക്കയിൽ നിന്ന് വന്ന കണ്ണൂരുകാരനായ മലയാളി പറയാണ്, ആ പൊങ്ങി വരുന്ന സ്ഥലത്ത് കസാല വന്നു, സ്റ്റേജ് വന്നു, പെട്ടി വന്നു, പിരിവുണ്ടായി. ഇതെല്ലാം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടി. അത് കട്ടറായിരുന്നു, കട്ടറൗലിയ. മനസ്സിലായില്ലേ? ഇതൊക്കെ നടക്കുന്ന നാടാണ് ഇന്ത്യ പോലത്തെ നാടുകൾ. അവരൊക്കെ മദീനയിൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ 10,000 സഹാബാക്കൾ അന്ത്യവിഷമം കൊള്ളുന്നതായ ഏതാണ് ആ സഹാബാക്കൾ? നബിമാരെല്ലാം സ്വർഗത്തിൽ കടന്നാൽ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടവർ അവിടെ കിടക്കുന്ന സഹാബാക്കൾ, ഇവിടെ കിടക്കുന്ന സഹാബാക്കളാണ്. ലോകത്ത് ഒരു നബിമാരുടെ ഉമ്മത്തുകൾക്കും
ഇവർ പോകുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അത്രയും ഉയർന്ന സ്റ്റാൻഡേർഡ് അള്ളാഹ് നൽകിയതായ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ നിങ്ങൾ ഞാൻ നേരത്തെ കേൾപ്പിച്ച ഉലൈകൽ മുഖറബൂൻ السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم الله പ്രീതിപ്പെട്ടവർ. അങ്ങനെയുള്ളവർ കിടക്കുന്ന ശൈലി കണ്ടില്ലേ? സബൂദി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ആകൃതി വിശാലമായി എഴുതിയ പണ്ഡിതനാണ്. 9-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സൗദി ജീവിച്ച ആളാണ്, ഈ നാട്ടിൽ ജീവിച്ച ആളാണ്. മനസ്സിലായില്ലേ? 9-ാം നൂറ്റാണ്ട് ഹിജ്റ. അയാൾ ഈജിപ്തുകാരനാണ്, പക്ഷേ മദീനക്കാരനായിരുന്നു. പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി, മദീന ഹിസ്റ്ററി വിശാലമായി പരത്തി എഴുതിയ മനുഷ്യനാണ്. 4 വാള്യം പട്ടണത്തിൽ കിട്ടും. അദ്ദേഹം പറയുന്നു 1, 2, 3, 4, 5, 6 ഏകദേശം ആ നൂറ്റാണ്ടുകളിൽ സലഫുസാലിഹീങ്ങളുടെ ജീവിത രീതി അനുസരിച്ചിട്ട് ഖബർ കെട്ടിപ്പൊക്കുക എന്നതില്ലായിരുന്നു. ഉപരി പറയാണ്, ഖബർ കെട്ടിപ്പൊക്കുക എന്നതില്ലായിരുന്നു. അതിന്റെ നേരെ ഘടക വിരുദ്ധമായിട്ട് അതിനുശേഷം ഭരണം നടത്തിയതായ മമാലിക്കുകാരുടെ കാലഘട്ടത്തിലും തുർക്കികളുടെ കാലഘട്ടത്തിലുമെല്ലാം ഇവിടെ ഈ ഖബറുകളെ കെട്ടിപ്പൊക്കപ്പെടുകയുണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ പേര് വേണോ? വഫാ ഫി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം ഈ സത്യസന്ധനാണ് ചരിത്രം പറയുന്ന കാര്യത്തിൽ. അതേസമയത്ത് ഖബർ കെട്ടിപ്പൊക്കുക എന്ന കാര്യത്തിലൊക്കെ അയാൾക്ക് ഈജിപ്തുകാരുടെ അഭിപ്രായമാണ് മൂപ്പർക്കുള്ളത് എന്നതോടുകൂടി അയാൾ സത്യസന്ധനാണ് ഈ കാര്യം പറയുമ്പോൾ. എന്ത് സലഫുസാലിഹ്യങ്ങൾ അത് കാട്ടിയിട്ടില്ല തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ. ശ്രദ്ധിക്കുക, അടിവരയിടുക. അപ്പോൾ നാം ഇവിടെ വന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ അനാചാരങ്ങളില്ല. എന്തുകൊണ്ട് ഇവിടെ ഖബർ കെട്ടിപ്പൊക്കുന്നില്ല? റസൂലുള്ളാഹിന്റെ ഖബർ ഞാനിവിടെ ജോലി ചെയ്ത ആളാണ് കേട്ടോ. ആജിമാരുടെ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോളി. ഞാനിവിടെ എൻ്റെ ചെറിയ ചെറുപ്പ കാലഘട്ടത്തിൽ, അഥവാ 40 കൊല്ലം മുമ്പ് ഞാൻ മദീനത്ത് മസ്ജിദ് നബവിയുടെ അകത്ത് ക്ലാസ് എടുത്ത കാലഘട്ടത്തിൽ അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുമ്പിൽ അവിടെ പോലീസും ഒരു പണ്ഡിതനും നിൽക്കുന്ന കാണാം. ആ പണ്ഡിതന്റെ സ്ഥാനത്ത് ഏകദേശം 6 കൊല്ലത്തോളം ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിനെ കുറിച്ച് ഞാൻ വല്ലതും പറയുമ്പോൾ അത് ലോകത്തോട് നിങ്ങൾക്ക് ധൈര്യസമേതം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഭാഗമാണ്. 5 10 10 കാലല്ല 9 മുക്കാലല്ല. റസൂലുള്ളാഹിന്റെ ഖബർ മണലിലാണ്. ഈ സംഭൂതി പറയുന്നു റസൂലുള്ളാഹിന്റെ കാലഘട്ടമാകുന്ന 1-ാം നൂറ്റാണ്ടിൽ അതിന്റെ 80-ാമത്തെ വർഷം മുതൽ 93-ാമത്തെ വർഷം വരെ, 80, 81 മുതൽ 93 വരെ ഉള്ള ആ കാലഘട്ടത്തിൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടമാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മരിച്ചു പോയവര്. അവരുടെ മരണശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം, റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞു, അബൂബക്കറിന്റെ കാലം കഴിഞ്ഞു, ഉമറിന്റെ കാലം കഴിഞ്ഞു, ഉസ്മാന്റെ കാലം കഴിഞ്ഞു, അലിയുടെ കാലം കഴിഞ്ഞു, മുആവിയയുടെ കാലം കഴിഞ്ഞു, റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അവരുടെ കാലഘട്ടത്തിന് ശേഷമാണ് വലീദ് വരുന്നത്. വലീദ് താബിഈയാണ്, സഹാബിയല്ല. വലീദാണ് റസൂലുള്ളാഹിന്റെ ഖബറുകള് ഉള്ളതായ സ്ഥലം, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുള്ള സ്ഥലം മദീനത്തെ പള്ളിയുടെ ഭാഗത്തെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഖബറുകൾ പ്രകടമായി കാണാൻ ആരംഭിച്ചപ്പോൾ അതിനെ വൻമതിൽ കൊണ്ട് കെട്ടി. ആദ്യമായിട്ട് ആയിഷാന്റെ വീടാകുന്ന റസൂലുള്ളാഹിന്റെ ഖബർ ഉള്ളതായ ആ സ്ഥലത്ത് ഭദ്രമായ ഒരു സ്പെഷ്യൽ കെട്ടൽ കെട്ടി. അഥവാ മീതയല്ല കെട്ടുന്നത്, പരിസരത്തിലാണ്. അതിനുശേഷം അതിനെ വലയം ചെയ്തുകൊണ്ട് 5 കോണുള്ള വൻമതിൽ കെട്ടി. ഈ 5 കോണുള്ള വൻമതിൽ കെട്ടുമ്പോൾ അതിന് മീതെ പാക്ക് ചെയ്തു. അത് എന്ത് ചെയ്തു? അത് പാക്കാക്കി എന്ന് പറഞ്ഞാൽ തുളയില്ല, കിളിവാതിലില്ല, ജനവാതിലില്ല, നോക്കിയാൽ കാണൂല. അങ്ങനെ കെട്ടപ്പെട്ടതിന്റെ ശേഷം 6.5 മീറ്ററാണ് അതിന് പൊക്കം. 6.5 മീറ്ററാണ് അതിന് പൊക്കം. അതിന്റെ മീതെ റസൂലുള്ളാഹി വഫാത്തായിട്ട് 600 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ആ വൻമതിലിന്റെ മീതെ വിരിയിടുന്നത്. അതുവരെ വിരിയുമില്ല. 6 നൂറ്റാണ്ട് കൊല്ലം അവിടെ വിരിയുമില്ല. മനസ്സിലായില്ലേ? 7-8 നൂറ്റാണ്ട് വരെ ഖുബ്ബയുമില്ല. 8 നൂറ്റാണ്ടായതിനു ശേഷമാണ് ഖുബ്ബ ആദ്യമായിട്ട് വരുന്നത്. ഏകദേശം 8-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് സമാപനത്തിൽ. ഇവിടൊക്കെ ഈ പറഞ്ഞു വരുന്ന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ 1350 വർഷമായിട്ട് നേരിട്ട് കണ്ടവരില്ല. ആരൊഴിച്ച് മദീനത്തെ പള്ളിക്ക് 9-ാം നൂറ്റാണ്ടിൽ
തീപിടുത്തമുണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ ആ തീപിടുത്തമുണ്ടായിരുന്ന സ്ഥലത്ത് ഈ വൻമതിലിൻ്റെ ഒരു സൈഡ് തകർന്നു. ആ തകർന്നപ്പോൾ സമൂഹി പറയാണ്, ഞാൻ നേർക്ക് നേരെ എന്നെ രാജാവ് നിർണയിച്ചതുകൊണ്ട്, അയാൾ പണ്ഡിതനാണ്, ഈ ചരിത്രകാരനാണ്, എഴുത്തുകാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഗവൺമെൻറ് നിർണയിച്ചതുകൊണ്ട് അദ്ദേഹം എങ്ങനെ കെട്ടണം, ഏത് രൂപത്തിലാവണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അയാൾ അവിടെ കയറിയപ്പോൾ അയാൾ പറയാണ്, ഖബറുള്ള സ്ഥലം മണലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, താഴ്ന്നു പോയിരിക്കുകയാണ്. ആ ഭാഗം 600 കൊല്ലമല്ലോ, ഒന്നും ആരും തൊടാതെ കാട്ടാതെ. അങ്ങനെ റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ഭൂമിയിൽ നിന്നിട്ട് ആ ഭൂമി താഴ്ന്നിരിക്കുകയാണ് ഞാൻ കണ്ടത്. ഒരു ഖബറിന്റെ അടയാളം വരെയില്ല. പിന്നെയാണ് ഖബറിന്റെ അടയാളം അവിടെ ചരൽക്കല്ല് കൊണ്ട് വിതരപ്പെട്ടതാക്കി മാറ്റപ്പെട്ടത് അവിടെ. എന്നിട്ട് ആ മതിൽ കരിഞ്ഞു പോയതായ ആ മതിൽ, തീപിടുത്തത്തിൽ തകർന്നതായ മതിലിനെ അങ്ങനെ തന്നെ കെട്ടപ്പെടുകയും ചെയ്തു. അതേ രൂപത്തിൽ അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിലൂടെയും വാട്സാപ്പിലൂടെയും എല്ലാം വിതരണം ചെയ്യുന്നതായ കരിഞ്ചന്തകൾ ശരിയല്ല എന്നത് ഉറപ്പാക്കുക എന്ന് മാത്രമല്ല, സൗദി ഗവൺമെന്റ് ആധികാരികമായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ നടന്നതായ മഹർജാനിൽ അത് ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിൽ കൂടി വിതരണം ചെയ്യുകയും ചെയ്തു. എന്ത്, ഈ രൂപം, ഞാൻ ഈ പറയുന്ന രൂപം അങ്ങനെയാണ് ഖബറിന്റെ ആകൃതി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. ഇതൊക്കെ നാം മദീനത്ത് വന്നു പോകുമ്പോൾ ചരിത്രം പഠിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹിന്റെ അതിഥികളായ ഹാജിമാർ, ഹജ്ജുമ്മമാർ പഠിച്ചു പോകൽ അനിവാര്യമായ ഭാഗമാണ്. ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. നാം പറഞ്ഞു പോയതിൽ വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇക്കൊല്ലം പ്രത്യേകിച്ച് ഹജ്ജ് ചെയ്തവരുടെ ഹാജിമാരുടെ ഹജ്ജിനെ അള്ളാഹ് സ്വീകരിക്കട്ടെ, ഉംറയെ അള്ളാഹ് സ്വീകരിക്കട്ടെ, സിയാറത്തിനെ അള്ളാഹ് സ്വീകരിക്കട്ടെ. അവർ ചെയ്തതായ അമലുകളിൽ വന്നുപോയ വീഴ്ചയെ അള്ളാഹ് നികറ്റുമാറാകട്ടെ. നാം എല്ലാവരും പുണ്യ ദിവസങ്ങളിൽ ചെയ്തതായ സർവ്വ അമലുകളെ, അതിലുള്ള വീഴ്ചകൾ നികറ്റി നാം എല്ലാവരും നിന്നിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തിലാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിട്ട് രോഗമുള്ളവരുടെ, നാം എല്ലാവരുടെയും രോഗത്തെ അള്ളാഹ് പരിപൂർണമായി സുഖപ്പെടുത്തട്ടെ. നമുക്ക് അള്ളാഹിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവനമനുഷ്ഠിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ. രക്ഷിതാവേ, ദീർഘായുസ്സും ആരോഗ്യം നൽകണേ നാഥ. ആത്മാർത്ഥത നൽകണേ നാഥ. ആത്മാർത്ഥത നിന്റെ വഴിയിൽ പ്രബോധനം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ നാഥ. اللهم صل على محمد وعلى ال محمد. اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم دمره يا قهار. اهلكه يا جبار. اللهم انصر من نصر الدين وخذل من خذل الدين. اللهم صل على محمد وعلى ال محمد واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഭക്ഷണം കഴിക്കാത്തവർക്ക്